ഹായ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 37 വെക്ടേഴ്സ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ 3D ഗ്രാഫിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് വെക്ടേഴ്സ് ചെയ്യുക. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തിയററ്റിക്കലി പഠിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു എക്സാമിന് വന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കിത് വളരെ അടിപൊളിയായിട്ട് പഠിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. സോ ആദ്യം ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെക്റ്റർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വെക്റ്റർ എന്നുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വ്യൂവിൽ പോയിട്ട് 3D ഗ്രാഫിക്സ് എടുക്കുക. 3D ഗ്രാഫിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ 3 ആക്സിസുകൾ ഉണ്ട്. ഇവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊക്കെ മാറും കേട്ടോ. അതായത് നിങ്ങളുടെ ആ വ്യൂ ഒക്കെ മാറും, 3 ഡയമെൻഷനൽ വ്യൂ ഒക്കെ മാറി കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ നോക്ക്, ഈ വൈ ആക്സിസ് ആണ് ഗ്രീന്, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് സെഡ് ആക്സിസ്. അപ്പോൾ എക്സിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്, എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്, ഇങ്ങോട്ട് പച്ച, സെഡ് പോസിറ്റീവ് മുകളിലോട്ട്. റെഡി. അപ്പോൾ നിങ്ങൾക്കൊരു 3 ഡയമെൻഷനൽ വ്യൂവിലുള്ള ഒരു സംഭവം കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ വലുതാക്കാം. നമുക്ക് ഇത് കുറച്ച് മതി, ഇതിവിടെ നിന്നോട്ടെ. 2 ഡയമെൻഷനൽ പോയിന്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ഇല്ലെങ്കിൽ അത് ഇവിടെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് നമുക്ക് വായിക്കണം. നമുക്ക് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് സ്റ്റാർട്ടിങ് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ നോക്കിക്കോ, ഞാൻ ആദ്യം കൺസ്ട്രക്ട് ദ വെക്റ്റർ 3i + j + 2k. നിങ്ങൾ എങ്ങനെയാണ് ഒരു വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ 3i + j + 2k ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ വെക്റ്റർ എഴുതുന്ന സമയത്ത് ഈ ഒരു വെക്റ്ററിന്റെ സ്കേലാർ കമ്പോണന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള 3, ജെയുടെ കൂടെയുള്ള 1, കെയുടെ കൂടെയുള്ള 2. അതായത് 3,1,2 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററാണ് 3i + j + 2k. അത് നമ്മൾ തിയറി ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജിയോജിബ്ര ഓപ്പൺ ആക്കുക, 3i + j + 2k അല്ലേ. എന്നിട്ട് നിങ്ങളൊരു പോയിന്റ് ആയിട്ട്, അതായത് ആ 3, 1, 2 എന്ന് പറയുന്ന പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ്? 3, 1, 2 അല്ലേ. അപ്പോൾ അതാ 3,1,2 ഇതാണ് നിങ്ങളുടെ ആ പോയിന്റ്. 3,1 അടിക്കുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് ഇവിടെ വിസിബിൾ ആവും. ആൻഡ് ഒരു 2 കൂടി അടിക്കുമ്പോൾ പിന്നെ പോയിന്റ് ഇവിടെ മാത്രമേ വിസിബിൾ ആവും. കാരണം അത് 3 ഡയമെൻഷനൽ പോയിന്റ്. 2 ഡയമെൻഷനൽ, അതായത് എക്സ് സെഡ് കോർഡിനേറ്റ് ഇല്ലെങ്കിൽ പോയിന്റ് ഇവിടെയും വിസിബിൾ ആവും. ആൻഡ് സെഡ് കോർഡിനേറ്റ് കൂടി വന്നാൽ പിന്നെ പോയിന്റ് വിസിബിൾ ആവും ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ, ഇതാണ് പോയിന്റ്. നിങ്ങളുടെ ഒരു ബ്ലൂ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എ എന്ന് പറയുന്ന പോയിന്റ്. എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന പോയിന്റ് കാണാൻ പറ്റും. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതിൻ്റെ വെക്റ്റർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ, അതായത് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററാണ് ആക്ച്വലി. ആ വെക്റ്റർ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻപുട്ടിൽ പോയിട്ട് വെക്റ്റർ എന്ന് അടിക്കാം. ഇൻപുട്ടിൽ പോയിട്ട് നിങ്ങൾ വെക്റ്റർ അടിക്കുന്ന സമയത്ത് വെക്റ്റർ പോയിന്റ് എന്ന് കണ്ടോ, സെലക്ട് ചെയ്യുക. നിങ്ങൾ കൊടുത്ത പോയിന്റ് ക്യാപിറ്റൽ എ അല്ലേ, ആ പോയിന്റ് എന്നുള്ളടുത്ത് ക്യാപിറ്റൽ എ കൊടുക്കുക. അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്ക്, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെക്റ്റർ കാണാൻ പറ്റും ഇവിടെ. കണ്ടോ, നിങ്ങളുടെ വെക്റ്റർ ഏത് തരത്തിലുള്ള വ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ എ എന്ന് പറയുന്ന വെക്റ്റർ. ഓക്കെ, വിസിബിൾ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. നോക്ക്, 3, 1, 2 വെക്റ്ററിന് ഇങ്ങനെയാണ് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. 3i + 1 × j + 2k. അതാണ് അതിൻ്റെ കമ്പോണന്റ് ഫോം എന്ന് മനസ്സിലാക്കി വെക്കുക. അതാ നോക്ക്, 3i + j + 2k. ഈസി. അടുത്ത ചോദ്യം, കൺസ്ട്രക്ട് ദ വെക്റ്റർ 3i + j + 2k സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് 2, -2, 3. അതായത് 2, -2, 3 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3i + j + 2k എന്ന് പറയുന്ന ഒരു വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. 2, -2, 3 അല്ലേ നിങ്ങളോട് പോയിന്റ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആ 2, -2, 3 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. എങ്ങനെ? നോക്ക്, നമ്മൾ സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2, -2, 3 ആണ്. അപ്പോൾ 2, -2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിന്റ് കൊടുക്കുക. ഒരു ബ്രാക്കറ്റ് മിസ്സിങ് ആണ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് അധികമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ഞാനത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പോയിന്റ് കാണാം. ബി എന്ന് പറഞ്ഞ പേരൊന്നും കൊടുക്കണ്ട, ഇവിടെ ഓട്ടോമാറ്റിക്കലി ബി എന്ന് വന്നോളൂ. ബി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഈ ബി എന്ന് പറയുന്ന പോയിന്റ് 2, -2, 3 ആണ്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3i + j + 2k എന്ന് പറയുന്ന വെക്റ്റർ വേണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ആ വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഇവിടെ ലൈനിൽ പോവുക. നിങ്ങളുടെ ടൂൾസിൽ ലൈനിൽ പോയിട്ട് ലൈനിൽ വെക്റ്റർ ഫ്രം എ പോയിന്റ് എന്ന് പറഞ്ഞ അവസാനത്തെ നിങ്ങൾക്ക് കാണാം, അത് സെലക്ട് ചെയ്യാം. ഏത് പോയിന്റ് നിന്നുള്ള വെക്റ്ററാണ് വേണ്ടത്? ബി നിന്നുള്ള വെക്റ്ററാണ് വേണ്ടത്, അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വെക്റ്റർ എന്ന് പറഞ്ഞത് ഇതല്ലേ, അതായത് 3i + j + 2k എന്ന് പറഞ്ഞ എ എന്ന് പറയുന്ന വെക്റ്റർ അല്ലേ, അവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പുതിയൊരു വെക്റ്റർ കിട്ടും. ആ പുതിയ വെക്റ്ററിന്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി എന്ന് പറയുന്ന വെക്റ്ററാണ്. വി എന്ന് പറയുന്നത് എന്താ?
3 1 2 അതായത് 3i പ്ലസ് ജെ പ്ലസ് 2k എന്ന് പറയുന്ന വെക്ടർ. ആൻഡ് നോക്ക് ദാ ഈ വെക്ടർ ആട്ടോ ബി എന്ന് പറയുന്ന, സോറി നിങ്ങളുടെ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് ഈ വെക്ടർ. വെക്ടർ വി എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. വെക്ടർ വി ബി ബി ഡാഷ് എന്നാ, ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് ബി ഡാഷ് എൻ പോയിന്റ്. അപ്പോൾ ഇതാണ് ആ വെക്ടർ. അപ്പോൾ നോക്ക് നിങ്ങൾ 3i പ്ലസ് ജെ പ്ലസ് 2k ആണ് വി എന്ന് പറയുന്ന വെക്ടർ. ഇങ്ങനെയാണ് കമ്പോണൻറ്റ് ഫോം ആക്കിയിട്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ കാണാം വെക്ടർ വി. ഓക്കെ, ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ബി അല്ലേ, അതായത് 2 - 2 3 നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ആദ്യം 3i ജെ പ്ലസ് 2k എന്ന് പറയുന്ന ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യണം. അത് 2 - 2 3 സ്റ്റാർട്ട് ചെയ്യുന്ന, സോറി 2 - 2 3 സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ ആണെങ്കിൽ 2 - 2 3 ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ലൈനിൽ പോയിട്ട് വെക്ടർ സെലക്ട് ചെയ്യുക. വെക്ടർ ഫ്രം എ പോയിന്റ് സെലക്ട് ചെയ്യുക. ആ പോയിന്റ് ഏതാണോ, ഏത് പോയിന്റിൽ നിന്നാണോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾറെഡി ആ 3i പ്ലസ് ജെ പ്ലസ് 2k എന്ന് പറഞ്ഞ വെക്ടർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെയും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3i പ്ലസ് ജെ പ്ലസ് 2k എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ഈസി, സിമ്പിൾ കാര്യമാണ്. ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് construct the vector joining the points 1 - 2 4 and 3 2 - 2. ഇതെങ്ങനെ വരയ്ക്കാം? 1 - 2 4ഉം വേണം, അതേപോലെ തന്നെ 3 2 - 2 വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. 1 - 2 4 and 3 2 - 2. അപ്പോൾ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വെക്ടർ, പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതല്ല, ഇത് ഇനീഷ്യൽ പോയിന്റും ഇത് എൻ പോയിന്റും. അപ്പോൾ ആ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് വേണ്ടത്. 1 - 2 4ഉം 3 2 - 2. നിങ്ങൾ ചെയ്യേണ്ടത് ആ പോയിന്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്യുക. 1 - 2 4 3 2 - 2. 1 - 2 4 3 2 - 2. അപ്പോൾ നോക്ക് 1 - 2 4 1 - 2 4. ഓക്കെ, പിന്നെ അടുത്തത് 3 2 - 2 അല്ലേ. ആൻഡ് അടുത്ത പോയിന്റ് നോക്ക്, നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് തന്നെ 1 - 2 4 ഓക്കെ അല്ലേ. യെസ്, 3 2 - 2 അല്ലേ. പിന്നെ 3 നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലോസ്ഡ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതാ പിന്നെ 3 2 -2 ആണേ പറഞ്ഞത്. 3 2 - 2 എൻ്റർ അടിച്ചു. അപ്പോൾ രണ്ട് പോയിന്റും അവിടെ വിസിബിൾ ആണ്. ഓക്കെ, രണ്ട് പോയിന്റും വിസിബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ പോയിന്റ് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യട്ടെ. 1 - 2 4 3 2 - 2 1 - 2 4 3 2 - 2. ഓക്കെ, ഫൈൻ, റെഡി. ഇനി എങ്ങനെ വരയ്ക്കാം? അതായത് ഇതാണ് പോയിന്റ്, നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ്സ് കളർ മാറ്റണോ? ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് ആ പോയിന്റിൻ്റെ കളർ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് മാറ്റട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യം, അതിനിഷ്ടം. മാറ്റിയിട്ടില്ലെങ്കിലും മാറ്റിയാലും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതിലോടാൻ സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിൻ്റെ കളർ മാത്രമാണെങ്കിൽ മാറ്റാം. അത് ഞാൻ റെഡ് കൊടുത്തു, ഏതൊരു കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ സി എന്ന് പറയുന്നൊരു പോയിന്റ് വന്നു. പിന്നെ ഇതാ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ മാറ്റാം. ഇനി അതായിട്ട് മാറ്റാൻ നിൽക്കണ്ട, അതും കൂടി നമ്മൾ എന്താക്കുന്നു, റെഡ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിയും ഡിയും രണ്ട് പോയിന്റ് കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാടാ, നിങ്ങൾക്ക് ആ രണ്ട് പോയിന്റ്സ്, ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് ഇനി എൻ പോയിന്റും ആയിട്ടുള്ള വെക്ടറാണ് വേണ്ടത്. അതായത് രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന വെക്ടർ നിങ്ങൾ ഇവിടെ വെക്ടർ നടിക്കുക. വെക്ടർ നടിക്കുമ്പോൾ ഇവിടെ കണ്ടോ സ്റ്റാർട്ട് പോയിന്റ് ആൻഡ് എൻ പോയിന്റ്. സ്റ്റാർട്ട് പോയിന്റ് നിങ്ങൾക്ക് വേണ്ടത് സി, അതായത് 1 - 2 4 ആൻഡ് എൻ പോയിന്റ് വേണ്ടത് നിങ്ങൾക്ക് 3 2 - 2 അതായത് ഡി. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്ക് 1 - 2 4 സ്റ്റാർട്ടിംഗ് പോയിന്റും 3 2 - 2 എൻ പോയിന്റുമായിട്ടുള്ള ഒരു വെക്ടർ നിങ്ങൾക്ക് അവിടെ കാണാം, സി ഡി എന്ന് പറയുന്ന വെക്ടർ. ആൻഡ് ദി സി ഡി എന്ന് പറയുന്ന വെക്ടറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്, ഈ ഡബ്ല്യു അല്ലേ. നിങ്ങൾ നോക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിന്റ്സ് രണ്ടെണ്ണം ജോയിൻ ചെയ്യുന്ന വെക്ടർ എഴുതുക കമ്പോണന്റ് ഫോമിൽ എങ്ങനെയാണ്? രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തത് മൈനസ് ചെയ്താൽ മതി. 3 - 1 2 2 - -2 4 -2 - 4 -6. അപ്പോൾ 2i പ്ലസ് 4j - 6k. അത് കമ്പോണന്റ് ഫോമിലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണം കേട്ടോ. 2i പ്ലസ് 4j - 6k. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഐഡിയ മനസ്സിലാക്കി വെക്കുക, സിമ്പിൾ ആണ് ഇതൊക്കെ. അടുത്തത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. കൺസ്ട്രക്ട് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് വിത്ത് സെയിം ഇനീഷ്യൽ പോയിന്റ് 2 2 2. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫിഗർ. അതായത് 2 2 2 എന്ന് പറയുന്ന ഈ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ വേണം. അതായത് 3 വെക്ടേഴ്സ് വേണം. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെങ്ങനെ വരയ്ക്കിയത്? ഈസിയാണ്. ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് എക്സാമിനും മോഡൽ എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കാണുക. നോക്ക്, ചോദ്യം ഇതാ 2025 മോഡൽ എക്സാമിൻ്റെ ചോദ്യമാണ് ഇത്. കൺസ്ട്രക്ട് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് വിത്ത് സെയിം ഇനീഷ്യൽ പോയിന്റ് 2 2 1. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 2 2 2ലാണ് നമുക്ക് വേണ്ടത്. അവിടെ ചോദിച്ചത് 2 2 1 ആണ്. നമുക്ക് ഇതിലുള്ളത് 2 2 2 തന്നെ ചെയ്യാം. അപ്പോൾ എന്താ വേണ്ടത്? 2 2 2 പാസ് ചെയ്യുന്ന
മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്ന് വെക്ടേഴ്സ്, മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. നമുക്ക് മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മൂന്ന് കാര്യങ്ങൾ അറിയുന്നത്, അതായത് ഒന്ന് എക്സ് ആക്സിസും, ഒന്ന് വൈ ആക്സിസും, ഒന്ന് സെഡ് ആക്സിസും. ഓക്കെ, ഞാൻ എക്സും വൈ എടുത്തതിൽ മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് 3x y z. ഓക്കെ, ഈ മൂന്ന് സംഭവം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറയും, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള ഏതെങ്കിലും ഒരു വെക്ടർ മാർക്ക് ചെയ്യും, അതേപോലെ വൈ ആക്സിൻ്റെ ഡയറക്ഷനിലും സെഡ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള ഏതെങ്കിലും ഒരു വെക്ടർ മാർക്ക് ചെയ്യും, അത്ര മാത്രം. അപ്പം ഞാനിത് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് ഒഴിവാക്കട്ടെ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാനൊരു ന്യൂ എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ അങ്ങ് അണ്ടു ആക്കിക്കളാം. ഇതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പം എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും പേരുകൾ അങ്ങനെ തന്നെ പുതിയ ആ പേരുകളുടെ ബാക്കിയായിട്ട് കിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ആൻസറൊക്കെ കറക്റ്റ് ചെയ്തണേ, ക്വസ്റ്റ്യനിൽ പറയുന്ന ആൻസേഴ്സൊക്കെ അതിനനുസരിച്ച് എഴുതി കൊടുത്താൽ മതി. ദെൻ ഓക്കെ, അപ്പോൾ 2 2 2 ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ആദ്യം 2 2 2 തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മളിതാ 2,2,2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. റെഡി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സെഡ് ആക്സിസിനും മൂന്നിനും പെർപെൻഡിക്കുലർ മൂന്ന് ആക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എക്സ് ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ വരയ്ക്കണമെങ്കിൽ ഒന്നുമില്ല, ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ അവസാനിക്കുന്ന ഒരു വെക്ടർ വരച്ചു. അപ്പം ഈ പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിലാണെങ്കിൽ അവിടെ വൈയും സെഡും 0 ആയിരിക്കും. അപ്പം 2 0 0 എന്നായിരിക്കും ആ പോയിന്റ് ഉണ്ടാവും. അപ്പം 2i എന്ന് പറയുന്ന ഒരു വെക്ടർ വരച്ചാൽ മതി, അല്ലെ 3i, അല്ലെ 4i, 5i, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഞാൻ തൽക്കാലം ചെയ്യാൻ പോകുന്ന കാര്യം വെക്ടർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, വെക്ടർ എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഞാൻ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പം ഞാൻ 3 0 0 എടുത്തു, ഏത് വേണമെങ്കിലും എടുക്കാം. 3 0 0 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പം ഞാൻ എൻ്റർ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം അത് കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ആർഗ്യുമെൻറ്റിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോറി, അത് നമുക്ക് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 0 0 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആദ്യം കൊടുക്കാം, അതാണ് ബെറ്റർ. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ബി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, വെക്ടർ കൊടുക്കുക. ആ പോയിന്റ് ഏതാണ്, ബി. ഇപ്പം എനിക്ക് ആ വെക്ടർ കിട്ടും. ഇതാ നോക്ക് നിങ്ങൾ, വെക്ടർ യു ഉണ്ടോ, ഇതാ വെക്ടർ യു 3 0 0. ഇനി അതേപോലെ തന്നെ ഞാൻ അടുത്തൊരു പോയിന്റ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചോ, അടുത്ത പോയിന്റ് ഞാൻ കൊടുക്കുന്നത് വൈ ആക്സിലുള്ള ഒരു പോയിന്റ്. അപ്പോൾ എക്സും സെഡും 0 ആക്കിയിട്ട് എടുക്കുക, എന്നിട്ട് വൈ ആക്സിലുള്ള ആ പോയിന്റിൽ എൻ പോയിന്റ് ആയിട്ട് വരുന്ന ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കൊടുക്കുന്നത് ചുമ്മാ വളരെ സിമ്പിളായിട്ട് 0 2 0 കൊടുത്തു. ഇഷ്ടമുള്ളത് കൊടുത്തോട്ടോ, ഏത് കൊടുത്താലും പ്രശ്നമല്ല. അപ്പോൾ 0 2 0 കൊടുത്തു. അപ്പോൾ അതാ നോക്ക്, നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും, കാരണം ഇത് വൈ ആക്സിലെ പോയിന്റാണ്, ഇവിടെ സെഡ് കോർഡിനേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ 0 2 0 കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് വെക്ടറായിട്ട് വേണ്ടേ, അപ്പോൾ വെക്ടർ പോയിന്റ്, ആ പോയിന്റ് ഏതാ, സി. അപ്പോൾ വെക്ടർ പോയിന്റ് സി കൊടുത്ത സമയത്ത് ഇങ്ങനെ കിട്ടി. റെഡി. ഇനി സെഡ് ആക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ വേണ്ടേ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഞാൻ 6 ഒക്കെ വെച്ചെടുക്കുക. ഇതുവരെ നമ്മൾ 0യും 2യും 3യും ഒക്കെ അല്ലേ എടുത്തത്. സെഡ് ആക്സിസിലുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ 0, 0, നോക്കിക്കുക, 0, 0, 6. അപ്പോൾ ഇതാ നമുക്ക് സെഡ് ആക്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒന്നും കിട്ടി. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് 0 0 6. ഇനി ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വെക്ടർ പോയിന്റിൽ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക, പോയിന്റിന് പകരം ഡി കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്ക്, ഇപ്പം എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സാണ്. ഇത് ആക്സിസുകളൊന്നല്ല, ഒന്ന് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലാണ്, ഇതാ ഇത്, ഒന്ന് വൈ ആക്സിൻ്റെ ഡയറക്ഷനിലാണ്, ഒന്ന് സെഡ് ആക്സിൻ്റെ ഡയറക്ഷനിലാണ്. പക്ഷെ എനിക്ക് വേണ്ടത് എ എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾ ഇവിടെ കാണാമല്ലോ. ഇതാ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ ചെയ്യട്ടോ. എ എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾക്ക് പോയിന്റ് ഇവിടെ കാണാം. ഈ പോയിന്റിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 വെക്ടേഴ്സ്. അപ്പം ഞാൻ വീണ്ടും ലൈൻ ടൂളിൽ പോകുന്നു, മൂന്നാമത്തെ ലൈൻ ടൂളിൽ പോകുന്നു, വെക്ടർ ഫ്രം എ പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഈ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അതും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ദാ എനിക്കൊരു പുതിയ വെക്ടർ കിട്ടി. ഇനി ഒന്നുകൂടി ഈ എ എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്നു, പിന്നെ ദാ സി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ പുതിയ വേറൊരു വെക്ടർ വന്നു. ഇനി അടുത്തത് എ എന്ന് പറയുന്ന ഈ പോയിന്റ്, അതായത് 2 2 2 കേട്ടോ. എന്നിട്ട് ഇതാ ഈ വെക്ടർ സെലക്ട് ചെയ്യുന്നു, ഏത്, ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. അപ്പം നോക്കും, ഇപ്പം നമുക്ക് ഈ എ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ നോക്ക്, 2 2 2 ആ. ഈ 2 2 2 സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ആൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 വെക്ടേഴ്സ് കിട്ടി. അത് A A1 ഡാഷും A A ഡാഷും A A2 ഡാഷും.
സിമ്പിൾ ചോദ്യം, ഈസിയാണ്, 3 മാർക്കിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പം ചെയ്ത മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വെരി ഈസി. ഇത് ഞാൻ പറഞ്ഞല്ലോ മോഡൽ എക്സാമിനും ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അടുത്തത് നോക്ക്, കൺസ്ട്രക്ട് ദ പാരലലോഗ്രാം. ഇതും സാധാരണ രീതി ചോദിക്കാറുണ്ട്. കൺസ്ട്രക്ട് ദ പാരലലോഗ്രാം ഇതും എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ആ പാരലോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 അഡ്ജസൻറ്റ് സൈഡുകൾ 2 എ എന്ന് പറഞ്ഞാൽ 2i + 2j + 3 ആൻഡ് ബി എന്ന് പറഞ്ഞാൽ i - 4j - 3k. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇതൊക്കെ ഒഴിവാക്കണ്ടേ, പുതിയത് എടുക്കുന്നതല്ലേ നല്ലത്. ന്യൂ വിൻഡോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വ്യൂവിൽ പോയിട്ട് ഗ്രാഫിക്സിൽ 3D ഗ്രാഫിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, പുതിയ ഗ്രാഫിക്സ് എടുക്കേണ്ടി വരും. ഇതൊക്കെ സേവ് ചെയ്യട്ടോ, എന്താണ് ചെയ്യുന്നതെങ്കിലും അത് സേവ് ചെയ്യുന്നത് നല്ലതാണ്. സോ ജസ്റ്റ് 3D ഗ്രാഫിക്സ് വലുതാക്കുന്നു. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിൽ നോക്കേ, ഇത് 2 to 3 അതായത് ഈ വെക്ടറിൻ്റെ, ഈ പൊസിഷൻ വെക്ടറിൻ്റെ ഏത് പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആയിട്ട് ഇത് വരിക, ഐയുടെ കൂടെ 2, ജെയുടെ കൂടെ 2, കെയുടെ കൂടെ 3. അപ്പോൾ 2 to 3 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ നോക്കിക്കേ, 2 to 3 ബ്രാക്കറ്റ് ഇട്ടില്ല അല്ലേ ആദ്യം. അത് ക്ലോസും ചെയ്യട്ടോ. ഓക്കെ, 2 to 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി, നോ പ്രോബ്ലം. ഇനി ഞാൻ വെക്റ്റർ, ആ പോയിന്റ് ഏത് എ എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്റ്റർ ആയിട്ടുള്ള, എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററും വരച്ചു. റെഡി, 2 to 3, അതായത് 2i + 2j + 3k കിട്ടിയല്ലോ. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒക്കെ നമ്മൾ പഠിച്ച തിയററ്റിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ബി എന്ന് പറയുന്ന വെക്റ്റർ i - 4j - 3k. അപ്പോൾ ഇത് ഏത് പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററാ, ഐയുടെ കൂടെ 1, ജെയുടെ കൂടെ -4, കെയുടെ കൂടെ -3. അപ്പോൾ 1 - 4 - 3. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പോയിന്റ് ആയിട്ട് 1 - 4 - 3 എന്താണ്, 1 - 4, -3. ഓക്കെ, റെഡി. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. എനിക്ക് ആ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ വേണം. അപ്പോൾ വെക്റ്റർ എടുക്കുക. ഏത് പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ വേണ്ടത്, ബിയുടെ. അപ്പോൾ ഫസ്റ്റത്തത് വെക്റ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക. പോയിന്റിന്റെ അവിടെ ബ്ലൂ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്ക് സ്പേസ് ഒന്നും അടിക്കണ്ട, അവിടെ ഡയറക്റ്റ് ആയിട്ട് ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടി. ഇനി എന്താ വേണ്ടതെന്ന് അറിയാം, ഇതിപ്പോൾ 2 അഡ്ജസൻറ്റ് സൈഡ്സാണ്. ഓക്കെ, 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആണ്. ഇനി വേണ്ടത് പാരലലോഗ്രാമ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത്, അതായത് ഒ ബി എന്ന് പറയുന്ന ഇതിന് പാരലായിട്ട്, അത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ വരിക. ഇതിന് പാരലായിരിക്കും, പക്ഷേ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ വരിക. ആൻഡ് അടുത്തത് ഈ ഒ എക്ക് പാരലായിരിക്കും, അത് ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, ലൈൻ ടൂൾ എടുക്കുക, വെക്റ്റർ ഫ്രം എ പോയിന്റ് സെലക്ട് ചെയ്യുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന വെക്റ്റർ ആയിരിക്കണം അത്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന വെക്റ്റർ, ആൻഡ് അത് ആർക്ക് പാരലായിരിക്കണം, അല്ലെങ്കിൽ ഏത് വെക്റ്റർ ആയിരിക്കണം, സെയിം വെക്റ്ററാ, മാഗ്നിറ്റ്യൂഡ് മാറൂല, ഡയറക്ഷനും മാറൂല. അപ്പോൾ ഇതിന് പാരലലാ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വെക്റ്ററിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോക്ക്, എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ്, ആൻഡ് ആർക്ക് പാരലലുവാ, ഇതിന് പാരലലുവാ. ഇനി അടുത്തത് വരയ്ക്കുന്ന സമയത്തോ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യണം, ആർക്ക് പാരലായിട്ട്, അതിന് ഇത് ജോയിൻ ചെയ്ത് ആർക്ക് പാരലായിട്ട് വരേണ്ടത്, പാരലോഗ്രാം ആണെങ്കിൽ ഈ വെക്റ്ററിന്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു, ആൻഡ് ഈ വെക്റ്റർ, ഈ ലൈനും നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാരലോഗ്രാം കറക്റ്റ് കിട്ടും. നിങ്ങളെ ഈ വ്യൂ മാറ്റി നോക്കിയാലേ, നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് വ്യൂ കിട്ടും കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെലക്ഷൻ ടൂൾ എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നത് ലൈൻ ടൂളായിരുന്നു. ഓക്കെ, സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നോക്ക്, ഇതാണ് നിങ്ങളുടെ ആ പാരലോഗ്രാം. പല ആംഗിളിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യൂ ആസ്വദിക്കാം. പക്ഷേ ഈ വ്യൂ ആസ്വദിക്കലല്ലല്ലോ നമ്മുടെ പരിപാടി. റെഡി, ഇതാണ് പാരലലോഗ്രാം. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. ഏത് സൈഡിൽ കൂടി വേണമെങ്കിലും നിങ്ങൾക്കത് കാണാം. ആ 3D വ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിൽ കൂടി വേണമെങ്കിലും അത് കാണാമെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് വരിക. കാര്യം മനസ്സിലായോ? ഐഡിയ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏരിയ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയററ്റിക്കലി അത് ചെയ്യാവുന്നതാണ്. ചോദിക്കൊന്നുമില്ല കേട്ടോ ഇതിൽ ഏരിയ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ അത് സിമ്പിളാണല്ലോ, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത്, ഇത് എക്സാമിന് ചോദിച്ചൊരു ടൈപ്പാട്ടോ. ക്രിയേറ്റ് എ സ്ലൈഡർ എ ആൻഡ് വെക്റ്റർ യു, കൺസ്ട്രക്ട് ദ വെക്റ്റർ എ യു, ഒബ്സർവ് ദ വെക്റ്റർ ബൈ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് എ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് യു ക്രിയേറ്റ് എ വെക്റ്റർ യു എന്ന്. അപ്പോൾ ഏത് വെക്റ്റർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഒരു സ്ലൈഡറും ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, നമ്മൾ ജിയോജിബ്ര എടുത്തിട്ട് ഇതൊക്കെ ഒഴിവാക്കണ്ടേ,
അതിന് പകരം ഒരു ന്യൂ എടുത്താൽ മതി. അപ്പോൾ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് AU എന്ന് പറയുന്ന വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുകയും വേണം. വ്യൂവിൽ 3D ഗ്രാഫിക്സ് എടുത്ത് ഇതങ്ങ് വലുതായിരിക്കും. ഓക്കെ, റെഡി. ഓക്കെ ആണ്, ഫൈൻ. ദെൻ നോക്കിക്കോ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, സ്ലൈഡർ ഏത് തന്നെ പേര് കൊടുത്തു, ഇൻക്രിമെൻ്റ് ഇതൊക്കെ അത് മതി, അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ UA എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു വെക്റ്റർ എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പോയിൻ്റ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. ഞാൻ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആയിട്ട് എനിക്കിഷ്ടമുള്ളൊരു പോയിൻ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 1, 2, 3. വളരെ സിമ്പിളായിട്ട് 1, 2, 3 കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു വെക്റ്റർ വേണം താനും. ഏത്? ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആ പോയിന്റിൻ്റെ ഒരു പൊസിഷൻ വെക്റ്റർ കിട്ടാൻ വേണ്ടി വെക്റ്റർ പോയിന്റ് A ആയിട്ടും കൊടുത്തു. അപ്പോൾ നമുക്കൊരു വെക്റ്റർ U തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. റെഡി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് U ആണ്, വെക്റ്റർ സ്മോൾ ലെറ്റർ U. സ്ലൈഡർ A ആണ്. നമ്മളോട് പറഞ്ഞത് എന്താ നോക്ക്, നമ്മളോട് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ട് ദ വെക്റ്റർ AU കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ, ഇവിടെ പോയിട്ട് ഞാൻ AU കൊടുക്കുക. AU എന്ന് പറഞ്ഞാൽ A*U കൊടുത്താൽ മതി. A*U കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും ആക്ച്വലി കേട്ടോ. ഇപ്പോൾ സ്ലൈഡറിൽ 1 AU എന്ന് കൊടുത്താൽ മതി, അല്ല A*U കൊടുത്താൽ മതി. ഇപ്പോൾ AU കൊടുത്ത സമയത്ത് എനിക്ക് V എന്ന് പറഞ്ഞ പുതിയ വെക്ടർ കിട്ടിയത്. അതാ നോക്ക്, V = AU. അപ്പോൾ സ്ലൈഡറിൽ 1 ആയതുകൊണ്ടാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാനിത് നീക്കി നോക്കാം. സ്ലൈഡർ നീക്കുന്ന സമയത്ത് നോക്കിക്കേ, മാജിക് കാണാം നിങ്ങൾക്ക്. ഒന്നുമില്ല, പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. നമ്മൾ -2, -7, 1.2, 1.7, 2.2. ഇപ്പം എനിക്ക് കിട്ടിയ 2.2 U ആണ് അല്ലേ. കാരണം V എന്ന് പറഞ്ഞാൽ AU ആണ്. അപ്പോൾ അതേ ഡയറക്ഷനിലാണ് വരിക, സെയിം ഡയറക്ഷൻ ആയിരിക്കും, പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറും. ഇപ്പോൾ എല്ലാ ടേമിനെയും ഇപ്പം നമ്മുടെ സ്ലൈഡറിൽ 2.2 ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാത്തിനെയും 2.1 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2.2, 4.4, 6.6. അപ്പോൾ പുതിയ കിട്ടുന്ന ഈ ഒരു വെക്ടർ എന്താ, 2.2i + 4.4j + 6.6k എന്ന് വരും. ഇനി ഇതിപ്പോൾ നെഗറ്റീവ് ആകുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്നറിയോ? വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ഇപ്പോൾ വെക്റ്റർ ഉള്ളത് A1-ലുള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ A1-ലുള്ള വെക്റ്റർ നെഗറ്റീവ് ആകുകയാണെങ്കിൽ ഡയറക്ഷൻ മാറുക. ഇങ്ങനെ വെക്റ്റർ പിന്നെ വരിക, കണ്ടോ. അപ്പോൾ നിങ്ങളോട് പറയാണ് ഫൈൻഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ വെക്റ്റർ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു A എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അതിൻ്റെ നെഗറ്റീവ് കൊടുത്താൽ മതി, -A കൊടുത്താൽ മതി. അല്ല, ഇവിടെ ആണെങ്കിൽ -U ഒക്കെ കൊടുത്താൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി. നിങ്ങൾ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നെഗറ്റീവിലോട്ട് മൂവ് ചെയ്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്റ്റർ ഇങ്ങനെ നീണ്ടു പോകും. ആൻഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് സിമ്പിൾ ഒബ്സർവേഷൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതല്ല നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് കൺസ്ട്രക്ട് ദ വെക്റ്റർ U = 4i - 3j + 4k. കൺസ്ട്രക്ട് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് U. ഓൾസോ കൺസ്ട്രക്ട് ദ വെക്റ്റർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 5 ഇൻ ദ ഡയറക്ഷൻ ഓഫ് U. ഇതേ സെയിം ക്വസ്റ്റ്യന് നമുക്ക് എവിടെയും ചോദിച്ചിട്ടുണ്ട് എന്നറിയോ, മോഡൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, യൂസിങ് ദ വെക്റ്റർ I + 2j - k, ആൻസർ ദ ഫോളോയിങ്. കൺസ്ട്രക്ട് എ വെക്റ്റർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 3 ഇൻ ദ ഡയറക്ഷൻ ഓഫ് U. ജിയോമെട്രിക്കലി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം ഈ ചോദ്യം ചെയ്യാം. നമ്മളിപ്പോൾ ഞാൻ മാനുവലിൽ കാണിച്ചു തന്ന ആ ചോദ്യം ചെയ്യുന്നതും ഈ ചോദ്യം ചെയ്യുന്നതും സെയിം ഐഡിയ, സെയിം കൺസെപ്റ്റ്. അതായത് നിങ്ങൾ വെക്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ, എ യൂണിറ്റ് വെക്റ്റർ. നമുക്കൊരു യൂണിറ്റ് വെക്റ്റർ വേണം ഇൻ ദ ഡയറക്ഷൻ ഓഫ് A എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ കാണണമെങ്കിൽ വെക്റ്റർ A ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡാണ്. അതായത് A ക്യാപ്പ് എന്ന് പറയുന്നത് വെക്റ്റർ A ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് A. ഓക്കെ, ഇനി അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള 3 യൂണിറ്റ് ഉള്ള ഒരു വെക്റ്റർ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 3 A ക്യാപ്പ് കൊടുത്താൽ മതി. അതായത് 3 × വെക്റ്റർ U ഡിവൈഡ്, അല്ലെങ്കിൽ A ആണെങ്കിൽ 3 × വെക്റ്റർ A ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് A. അപ്പോൾ ഇവിടെ പറഞ്ഞത് 3 മാഗ്നിറ്റ്യൂഡ് ഉള്ള യുവിൻ്റെ അതേ ഡയറക്ഷനിലുള്ളത് എഴുതാനാണ്. നിങ്ങളോട് പറഞ്ഞ നമ്മുടെ ഈ മാനുവലുള്ള ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് U ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ വരയ്ക്കണം. അത് നമുക്ക് എന്തായാലും അവിടെ വരയ്ക്കാം. കൺസ്ട്രക്ട് ദ വെക്റ്റർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് U. അതായത് ഇവിടുത്തെ ചോദ്യപ്രകാരം ഇവിടെ ഇവർ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞത് 5U ആണ്. നമ്മളത് എന്താക്കി, നമ്മുടെ ഈ ഒരു ചോദ്യം പ്രകാരം നമ്മളത് 3U ആക്കി. ആൻഡ് ആ യുവും ഒന്ന് ഡിഫറൻ്റ് ആണ്, I + 2j - k. അപ്പോൾ നമുക്ക് അത് പ്രകാരം ഈ മോഡൽ എക്സാമിന് ചോദിച്ച ഈ ചോദ്യം പ്രകാരം ഒന്ന് ചെയ്തു നോക്കാം.
ഐ പ്ലസ് 2j മൈനസ് കെ ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഐ പ്ലസ് 2j മൈനസ് കെ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഐ പ്ലസ് 2j മൈനസ് കെ ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചാലേ. ഐ പ്ലസ് 2j മൈനസ് കെ ആണെങ്കിൽ 1 2 -1 ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ 1 2 -1 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ട പോയിന്റ്. അതിന്റെ പൊസിഷൻ വെക്ടർ വരച്ചാൽ മതി. അപ്പോൾ 1 2 -1 ഇവിടെ 3ൽ പോയിട്ട് -1 ആക്കാം. ഓക്കെ, അപ്പോൾ ദാ 1 2 -1 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്, കാണുന്നുണ്ടല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് ഇവിടെ കാണട്ടോ. സെലക്ഷൻ ടൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് സെലക്ഷൻ ടൂൾ എടുക്കണേ, എന്നാലേ നിങ്ങൾക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്യൂവിലേക്കൊക്കെ, നല്ലൊരു വ്യൂവിലേക്കൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇതൊരു ടോപ്പ് വ്യൂ ആണ്, പോയിന്റ് കാണാത്ത പ്രശ്നം വരരുത്. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ, ഏത് വ്യൂ ആയാലും പ്രശ്നമല്ല. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഞാനിതിപ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആയിട്ടാട്ടോ നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും വേണമെന്നില്ല, നമ്മൾ എന്ത് കൊടുത്താലും അത് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. റെഡി, ഇതിപ്പോൾ ആക്സിസിലുള്ളത് പോലെ തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ, വളരെ ഭംഗിയായിട്ട്. റെഡി. ഇനി പറഞ്ഞത് ഇതിൻ്റെ വെക്ടർ കൺസ്ട്രക്ട് ചെയ്യണ്ടേ. യു എന്ന് പറയുന്ന വെക്ടർ വേണം. അപ്പോൾ നിങ്ങൾ വെക്ടർ എടുക്കുക. വെക്ടറിൽ പോയിന്റ് ആണ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്, ക്യാപിറ്റൽ എ ആണ് കേട്ടോ. ക്യാപിറ്റൽ എ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പോയിന്റ് കിട്ടൂല. അപ്പോൾ ആ വെക്ടറും കിട്ടി. ആദ്യം ഇതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ചോദ്യം നോക്ക്. ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 3 ഉള്ളതാ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വരയ്ക്കാൻ പോവാം. യു ആണ് വെക്ടർ. യുവിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ വരയ്ക്കണമെങ്കിൽ യു ബൈ മാഗ്നിറ്റ്യൂഡ് യു ചെയ്താൽ മതി. അപ്പം നിങ്ങളെങ്ങനെ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണും? മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതുന്ന സമയത്ത് യു അല്ല ഇവിടുത്തെ വെക്ടർ, 2 വരൻ്റെ ഉള്ളിൽ യു ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 2 വര നിങ്ങൾക്ക് കീബോർഡിൽ എവിടെ കാണാൻ പറ്റുകയെന്നറിയാം. നമ്മൾ എൻ്റർ കീൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു വര കാണാം, ഒരു സ്ലാഷും ഒരു വരയുള്ളത്. ഷിഫ്റ്റ് ആ സ്ലാഷ് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു വര കിട്ടും. നിങ്ങളുടെ ഇവിടുത്തെ വെക്ടറിൻ്റെ പേര് യു എന്നാ, സ്മോൾ ലെറ്റർ യു, ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ യു. എന്നിട്ട് ആ വര ഒന്നുകൂടിയും ഷിഫ്റ്റ് ആ സ്ലാഷ് നോക്കിയിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് യു ആ കിട്ടിയത്. എൻ്റർ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെക്ടറിൻ്റെ ലെങ്ത്ത് കിട്ടും. ആ വെക്ടറിൻ്റെ ലെങ്ത്ത് കിട്ടും. എന്താ നോക്ക്, ഇങ്ങനെ വരിക. √1² + 2² + -1², അതായത് √6 ആ. √6 2.45 ആണ് അപ്രോക്സിമേറ്റ്ലി വരിക. അപ്പോൾ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. എന്ത് എ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കണേ, മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാണെന്ന് പറയാം. 2 വരൻ്റെ ഉള്ളിൽ ആ യു ഇട്ട് കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി, വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡായി. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഈ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ വേണം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെക്ടർ, അതായത് വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ടിടാ സ്മോൾ ലെറ്റർ യു കൊടുക്കുക, ഡിവൈഡഡ് ബൈ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്താ? എ യു ആണ്, സ്മോൾ ലെറ്റർ എ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ബൈ എ എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ കിട്ടും. ആ യു ബൈ എ എന്ന് പറയുന്ന വെക്ടറാണ് ഇതാ ഇവിടെ വി. ആ വി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? വി നിങ്ങൾക്ക് ഇവിടെ കാണാം. ആക്ച്വലി നോക്ക്, വി എന്ന് പറയുന്നത് ഈ പോയിന്റ് വരെയുള്ള വെക്ടർ ആട്ടോ. അതാ ഈ പോയിന്റ് വരെയുള്ള വെക്ടറാണ് നിങ്ങളുടെ വി എന്ന് പറയുന്നത്. ഇതിൻ്റെ അതേ ഡയറക്ഷനിലാണ്, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഇതിൻ്റെ ലെങ്ത്ത് 1 വരും ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 2.45 ആണ്. അപ്പോൾ വി കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. ഞാൻ ചെയ്ത കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഫൈൻ, ഈസി. ഇനി പറഞ്ഞ ചോദ്യം നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്ട് വെക്ടർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 3 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ യൂണിറ്റ് വെക്ടർ കിട്ടിയില്ലേ, ആ യൂണിറ്റ് വെക്ടറിനോട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 3 ഉള്ളത് കിട്ടും. നമ്മൾ സാധാരണ രീതിയിൽ ഇതാണ് 3a ക്യാപ്പ്. പക്ഷേ ഇവിടെ 3a ക്യാപ്പ് എന്നല്ല, ഇവിടെ യൂണിറ്റ് വെക്ടർ കിട്ടിയത് വി ആണ്. വി ആണ് യൂണിറ്റ് വെക്ടർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിൽ പോയിട്ട് 3 ഇൻപുട്ട് പോയിട്ട് 3v ഒന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. 3v എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ പുതിയൊരു വെക്ടർ കിട്ടും, w. ഈ വെക്ടറാണ് ആക്ച്വലി എന്ത്? നിങ്ങളുടെ ഈ യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 3 ആയിട്ട് വരുന്നത്. അതായത് ഇതിപ്പോൾ വെക്ടർ എങ്ങനെ വരികയെന്നറിയോ? 1.22i + 2.45j - 1.22k. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ ഏറ്റവും ബെറ്റർ. ആ വെക്ടർ ഏതാണെന്നുള്ളത് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ വെക്ടർ ഏതാ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. കൺസ്ട്രക്റ്റ് എ വെക്ടർ കൺസ്ട്രക്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കൺസ്ട്രക്ട് ചെയ്തു. സിമ്പിൾ അല്ലേ? ഈസി കാര്യമല്ലേ? ഈസി. ഇനി അടുത്ത നോക്കേ. ഓക്കെ, അതൊക്കെ ഓക്കെ. ജിയോമെട്രിക്കലി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ കോസ് ആൽഫ ഓഫ് ദ വെക്ടർ യു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ട് ഈസ് ആൽഫ?
ഡയറക്ഷൻ കൊസൈൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എഴുതിയിട്ടുണ്ട്. എൽ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ, എം ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ, എൻ ഇസ് ഈക്വൽ ടു കോസ് ഗാമ. അപ്പോൾ നിങ്ങളോട് ഡയറക്ഷൻ കൊസൈൻ കോസ് ആൽഫ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ആൽഫ? ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ ആൻഡ് എക്സ് ആക്സിസ്. ബീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ ആൻഡ് വൈ ആക്സിസ്. ഗാമ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ ആൻഡ് സെഡ് ആക്സിസ്. കോസ് ആൽഫയാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആ വെക്ടറും എക്സ് ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഈ സാധനം തന്നെ ചെയ്യാൻ പോവാണ് ഒന്നുകൂടി. അപ്പോൾ ഞാൻ ഇത് ഹൈഡ് ചെയ്തു, ഇതും ഹൈഡ് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള ആ കാര്യങ്ങൾ മാത്രം, യു എന്ന് പറയുന്ന വെക്ടർ മാത്രം വിസിബിൾ ആയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഇനി ആംഗിൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആംഗിൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ആംഗിൾ പെട്ടെന്ന് അവിടെ നിന്ന് വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഉണ്ട് സംഭവം. ആംഗിൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താലൊന്നും പ്രശ്നമല്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, കുറച്ചുകൂടി വിസിബിൾ ആകുന്ന രീതിയിൽ ഒരു റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ആംഗിൾ കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഉണ്ടല്ലോടാ. നമുക്ക് എക്സ് ആക്സിസും ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈനാ. അപ്പം ഞാനേ ഇപ്പോൾ ഒരു വ്യൂ ഇല്ലാത്ത രീതിയിലായി പോയോ. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, കാണുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങളുടെ ലൈൻ. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, അപ്പോൾ നിങ്ങൾ ആംഗിൾ എടുക്കുന്ന സമയത്ത് രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം ഇതൊരു വെക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സ് ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു വെക്ടർ കൂടിയും കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ എക്സ് ആക്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സ് ആക്സിലുള്ള ഒരു പോയിന്റ് എടുക്കുക, വെറുതെ ഒരു പോയിന്റ് എടുത്തോ. ഇവിടെ 1 ഉണ്ട് എക്സ് ആക്സിൽ. അപ്പോൾ ഞാൻ 1 0 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു എന്ന് വിചാരിച്ചു. 1 0 0 ഇത് എക്സ് ആക്സിലുള്ള ഒരു പോയിന്റാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക, അങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ, അപ്പോൾ ഒരു പോയിന്റും കിട്ടിയില്ലേ, ആ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ആംഗിൾ വേണ്ടത് ഇപ്പോൾ ഇതാ നോക്കി, ഈ ആംഗിളാണ് വേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇത് ഒറിജിൻ അല്ലേ. ഒ ബിയും ഒ എയുടെയും ഇടയിലുള്ള ആംഗിളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾ ആംഗിൾ എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഇൻപുട്ട് ബോക്സിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടെത്തെങ്കിൽ ആംഗിൾ എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആംഗിൾ വെക്ടർ എന്ന് കണ്ടോ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വെക്ടറായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ എ കൊടുക്കുക, ക്യാപിറ്റൽ എ. രണ്ടാമത്തെ വെക്ടറായിട്ട് ഇതാ നോക്ക്, നിങ്ങൾ ഈ ബി അല്ലേ, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ വേണ്ടത്, ബിയും കൊടുക്കുക. അപ്പോൾ നിങ്ങളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കിട്ടും. ഇതാ നോക്ക്, ഇതിനിടയിലുള്ള ഈ ആംഗിൾ ഇതാ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ടാവും. ആൽഫ, ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് വെക്ടർ എ. ആൻഡ് എക്സ് ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിലൊരു വെക്ടറാണ് വെക്ടർ ബി. അപ്പോൾ എക്സ് ആക്സിസും നമ്മുടെ ഈ ആദ്യത്തെ ഈ എ എന്ന് പറയുന്ന 1 2 -1 എന്ന് പറയുന്ന ആ പോയിന്റ് പൊസിഷൻ വെക്ടർ ആയിട്ടുള്ള ആ വെക്ടർ, അതും തമ്മിലുള്ള ഒരു ആംഗിൾ, അതാണ് ആൽഫ. ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ് എന്നല്ലേ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് എന്താണെന്നറിയോ, ഓൺലി ആൽഫ. ഇനി കോസ് ആൽഫ കണ്ടെത്തണം. കോസ് ആൽഫ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എടാ നോക്ക്, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇനി കോസ് ആൽഫ കണ്ടെത്തണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട. ഇവിടുന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇവിടുന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഞാനത് കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വിസിബിൾ ആയിരിക്കും. ഇവിടുന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പെർപെൻഡിക്കുലർ ടൂളില്ലേ, പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. എന്നിട്ട് പെർപെൻഡിക്കുലർ, അതെന്തിനാ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത് ഈ പോയിന്റിൽ നിന്ന് പിന്നെ എക്സ് ആക്സിസും സെലക്ട് ചെയ്യുക. എക്സ് ആക്സിസും ഈ പോയിന്റും തമ്മിലാണ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കേണ്ടത്. റെഡി? ഇപ്പോൾ കറക്റ്റ് ബിയിൽ കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതും കാണാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് ആംഗിൾ, ഇത് ഞാൻ പെർപെൻഡിക്കുലർ ആണ് വരച്ചെങ്കിൽ ഈ ആംഗിൾ എന്തായാലും 90 ആയിരിക്കുമല്ലോ. അപ്പോൾ കോസ് ആൽഫ കാണണമെങ്കിൽ, ഇത് ആൽഫ. അപ്പോൾ കോസ് ആൽഫ കാണണമെങ്കിൽ, കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസാ. അപ്പോൾ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്നുള്ളത് ആദ്യം നോക്കുക. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് കോസ് കിട്ടാൻ വേണ്ടിയുള്ള ട്രിക്കാണ്, ട്രിക്കൊന്നുമല്ല, സാധാരണ രീതി തന്നെ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒ ബി ആണ്. ഈ ഒ ബി ആണ് അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്താ, ഈ ഒ എയും ആണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? എങ്ങനെയാണ് നിങ്ങളത് കണ്ടെത്തുക? അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ബി എന്ന് പറയുന്ന വെക്ടറില്ലേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. അപ്പോൾ അതാ നോക്ക്, മാഗ്നിറ്റ്യൂഡ് ബി അടിച്ചു നോക്കുക. മാഗ്നിറ്റ്യൂഡ് ബി അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1 അതായത് ഈ ലെങ്ത്ത് 1 ആണ്. ഇനി അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഈ ഒ എ എന്ന് പറയുന്ന വെക്ടറില്ലേ, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന വെക്ടറാണ് ഇത് ആക്ച്വലി ഒ എ അല്ലേ.
എന്ന് പറയുന്നത് 1 2 -1 അല്ലേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കാണുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് യു കാണുക, മാഗ്നിറ്റ്യൂഡ് യു ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ എഴുതിയാലും മതി കേട്ടോ, രണ്ടും കറക്റ്റ്. ആ പോയിന്റ് ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ആ വെക്റ്റർ ഇട്ട് കൊടുത്താലും മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2.45 ആണ്. ഓക്കെ, ഇനി കോസ് ആൽഫ അല്ലേ വേണ്ടത്. എടാ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ കോസ് എങ്ങനെയാണ് കാണുക, അഡ്ജസൻറ്റ് സൈഡ് ഇതാ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒ മുതൽ ബി വരെയുള്ള ഈ വെക്റ്ററിൻ്റെ ഈ ലെങ്ത്താണ്. മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ. ആൻഡ് അടുത്തത് ഹൈപ്പോട്ടന്യൂസ്. എന്താ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാ, അതും പ്രശ്നമല്ലല്ലോ. അപ്പം ഇനി നിങ്ങൾ എന്താ ചെയ്യുക, കോസ് ആൽഫ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ഇപ്പോൾ ഇത് ഏതാ കിട്ടിയത്, ഈ ഒ ബി എന്ന് പറയുന്നത് ബി, സ്മോൾ ലെറ്റർ ബി. അപ്പം നിങ്ങളിവിടെ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാന്നറിയോ, ബി സ്മോൾ ലെറ്റർ ബി ഡിവൈഡഡ് ബൈ സ്മോൾ ബി ആണ്, ഡിവൈഡഡ് ബൈ ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്താടാ, ഹൈപ്പോട്ടന്യൂസ് ഈ ഡിസ്റ്റൻസ് ഇവിടെ സി ആ തന്നത്, സി ആ കിട്ടിയത്. ബി ബൈ സി ചെയ്താൽ മതി. അവിടെ ക്യാപിറ്റൽ സി ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്, ഒരു എറർ വന്നത്. അപ്പോൾ ക്യാപിറ്റൽ സി അല്ല, നമുക്ക് ആ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് കറക്റ്റ് സ്മോൾ സി തന്നെയാണ്. അപ്പോൾ സ്മോൾ സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബി ബൈ സി ചെയ്താൽ നിങ്ങൾക്ക് 1/2.45 കിട്ടും, അതായത് 0.41. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കോസ് ആൽഫ എന്ന് പറയുന്നത് 0.41 ആണ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ആ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തു. ഇതൊക്കെ ചെയ്ത ഐഡിയ മനസ്സിലാക്കി വെക്കണം കേട്ടോ, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു ചോദ്യം കൂടി ചെയ്യാം. ഇത് ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു. എക്സ്പ്രസ് ദി വെക്റ്റർ ആർ 3i + 4j ആസ് ദ സം ഓഫ് 2 വെക്ടേഴ്സ് വിച്ച് ആർ പാരലൽ ടു യു ആൻഡ് വി. ഇതെന്താണെന്നറിയോ ചെയ്യേണ്ടത്, ഈ ആർ എന്ന് പറയുന്ന ഈ വെക്റ്ററിനെ 3i + 4j എന്ന് പറയുന്ന വെക്റ്ററിനെ നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ആ രണ്ട് വെക്ടേഴ്സ് സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ഇല്ലേ, ആ വെക്ടേഴ്സ് വിച്ച് ആർ പാരലൽ ടു യു, അത് യു എന്ന് പറയുന്ന വെക്റ്റർ 2i + jക്കും ആൻഡ് പാരലൽ ടു -2i + 3j എന്ന് പറഞ്ഞ വി എന്ന് പറഞ്ഞ വെക്റ്റർ. അപ്പോൾ യുനും വിക്കും പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, യുനും വിക്കും പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ്, ആൻഡ് ആ രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മായിട്ടാണ് നിങ്ങൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമ്മൾ നമ്മുടെ ജിയോജിബ്ര തന്നെ എടുക്കുന്നു. ജിയോജിബ്രയിൽ ഒരു ന്യൂ വിൻഡോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ വെക്റ്ററിൻ്റെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വ്യൂവിൽ പോയിട്ട് 3D ഗ്രാഫിക്സ് എടുത്തിരിക്കണം, ഇമ്പോർട്ടൻറ്റ്. റെഡി. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ എടുത്തു. എന്നിട്ട് ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, അതിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇതാ നോക്കേ, ഇത് PYQ ആണ്, മോഡൽ എക്സാമിന് ചോദിച്ചതാണ്, 2025 മോഡൽ എക്സാം ചോദ്യം. RUV ഈ 3 വെക്ടറും നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം യു കൺസ്ട്രക്ട് ചെയ്യാം. യു എന്ന് പറഞ്ഞാൽ 2i + j അല്ലേ, 2i + j. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2i + j, മറ്റേത് -2 3. അപ്പോൾ 2i + j ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് 2i + j ആയതുകൊണ്ട് 2i + j. അപ്പോൾ 2 1 നിങ്ങൾ മാർക്ക് ചെയ്യുക, 2 1 മാർക്ക് ചെയ്യുക, പോയിന്റ് ഇട്ട് കൊടുക്കുക. 2 1 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 2 1 മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയും കാണട്ടോ, ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. 2 1 മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പോയിന്റ് ഇവിടെയും കാണാം. അതെന്തുകൊണ്ടാണ്? കാരണം ഇവിടെ Z ഇല്ല, അപ്പോൾ 2D പോയിന്റ് പോലെയായി, Z 0 അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും വിസിബിൾ ആയിരിക്കും അത്. ഓക്കെ, 2i + 3j. ഇനി ഞാൻ അതിൻ്റെ വെക്റ്റർ കൂടി ഒന്ന് വരയ്ക്കാം. വെക്റ്ററിന് ഞാൻ പേര് കൊടുക്കേണ്ടത്, അവിടെ കൊടുത്ത പേര് യു എന്നല്ലേ, അപ്പോൾ യു എന്ന് തന്നെ പറഞ്ഞാൽ കൊടുക്കണമല്ലോ. യു ആണെങ്കിൽ വെക്റ്റർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക യുവിൽ തന്നെ. അപ്പോൾ വെക്റ്റർ കൊടുത്തിട്ടേ പോയിന്റ് കൊടുത്തിട്ട് ക്യാപിറ്റൽ എ അല്ല ഇവിടെ വന്നത്, സ്മോൾ എ ആണ്, അപ്പോൾ ക്യാപിറ്റൽ എ. ഓക്കെ, എന്ന് പറയുന്ന വെക്റ്റർ കിട്ടി. 2i + j. ഇനി രണ്ടാമത്തത് യു കിട്ടിൻ്റെ വി -2i + 3j ആണ്. അപ്പോൾ -2 3 എന്ന് പറയുന്ന പോയിന്റ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്, -2 3. അപ്പോൾ രണ്ടാമത്തെ നോക്ക്, -2, -3. ഓക്കെ, റെഡി. അതും നമ്മൾ വരച്ചു. അതും ഇവിടെ കാണുന്ന പോയിന്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഡയമെൻഷണൽ പോയിന്റ് ആയിട്ട് കാണാം. അതായത് 3Dയിലും കാണാം 2Dയിലും കാണാം. Z കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ, കുറവായതുകൊണ്ടുള്ള പ്രശ്നമല്ല, അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാ വെക്റ്റർ ബി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൊസിഷൻ വെക്റ്ററും കിട്ടി. ഇനി അടുത്തത് ആർ എന്ന് പറയുന്ന വേറൊരാളും കൂടി ഉണ്ട്, അത് 3i + 4j ആണെന്ന് എനിക്ക് തോന്നുന്നത്, 3i + 4j. ഓക്കെ, അത് ആർ എന്ന് പറഞ്ഞ് എന്നെ കൊടുക്കുക നിങ്ങൾ, UV. അടുത്തത് ആർ എന്നായിരിക്കൂല വരിക, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ആർ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഞാൻ സ്മോൾ ലെറ്റർ R = വേണ്ട, ഇവിടെ കൊടുക്കണ്ട, 3i + 4j അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആ പോയിന്റ് മാർക്ക് ചെയ്യാം, 3,4 മാർക്ക് ചെയ്യാം. 3,4 മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇൻപുട്ട് കൊടുക്കുന്ന നോക്കിക്കോ. R = സ്മോൾ ലെറ്റർ R ആണ്. R = വെക്റ്റർ, നമ്മളുടെ വെക്റ്റർ എന്താ,
പോയിന്റ് വെച്ചിട്ടല്ലേ നമ്മൾ വെക്ടർ ചെയ്താൽ. അപ്പോൾ ഏതാ പോയിന്റ്? ക്യാപിറ്റൽ സി ആണ് കേട്ടോ. അപ്പോൾ ഇതാ നോക്ക് അവിടെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആർ എന്ന് പറഞ്ഞ വെക്ടർ 3 4 എന്ന് പറഞ്ഞതും കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവിടെ അതൊക്കെ വിസിബിൾ അല്ലേ? യെസ്, എല്ലാം വിസിബിൾ ആണ്. ഇതാണ് സി എന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന വെക്ടർ. ആൻഡ് എ എന്ന് പറയുന്നത് യു. എ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ യു എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ, അത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഏണ്ടത്. ഇത് ബി. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് നിങ്ങളുടെ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്. ഇനി എന്താ വേണ്ടതെന്ന് അറിയോ? ഈ ആറിനെ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ആൻഡ് സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സും ഇതിനും പാരലലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ആദ്യം എക്ക് പാരലൽ ആണെങ്കിൽ നിങ്ങൾ ഇത് നമ്മൾ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ടാ ചെയ്യുക. അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ യുവിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു വെക്ടർ ഇങ്ങനെ നീട്ടി വരയ്ക്കും. ഓക്കെ, ഇതിന് പാരലൽ ആയുള്ള ഒരു വെക്ടറും കൂടി ഇങ്ങനെയും വരയ്ക്കും. അപ്പോൾ ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ഇതും കൂട്ടിയാൽ യു ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടുത്തെ ഐഡിയ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം ഈ എക്ക് പാരലൽ ആയിട്ടൊരു വെക്ടർ വരയ്ക്കുക. അപ്പോൾ എക്ക് പാരലൽ ആയിട്ടൊരു വെക്ടർ വരയ്ക്കണമെങ്കിൽ അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഒരു പോയിന്റ് നിർബന്ധമാണ്. ഞാൻ ഒറിജിൻ നമ്മൾ ക്യാപിറ്റൽ ഒ അല്ലേ കൊടുക്കുക? ക്യാപിറ്റൽ ഒ ഈസ് ഈക്വൽ ടു ഒറിജിൻ. നിങ്ങൾക്ക് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറിജിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. 0 0 0. ഓക്കെ, 0 0 0 ആയിട്ട് ഒറിജിൻ കൊടുത്തു. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതും എക്ക് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ വേണം. അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? നമ്മുടെ ലൈൻസിൽ പോവുക. നമ്മുടെ ലൈൻസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരലൽ ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നമ്മുടെ ടൂൾ ബാറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂൾ ബാറിൽ ഇതിൽ പാരലൽ ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പാരലൽ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കണ്ടോ, ഇത് സെലക്ട് ചെയ്യാം. പാരലൽ ലൈൻ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഇവിടുന്ന് മാർക്ക് ചെയ്താലും പ്രശ്നമില്ല, ഇവിടെ മാർക്ക് ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾക്ക് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് ഒറിജിനിലൂടെയുള്ള പാരലൽ ലൈനാണ്. ആൻഡ് ഒറിജിനിലൂടെയുള്ള പാരലൽ ലൈനാണ്. അത് ഈ ലൈനിന് പാരലൽ ആയാൽ മതി. അപ്പോൾ നിങ്ങളതാ അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, ഒയക്ക് പാരലൽ ആയാൽ മതി, ഒറിജിനിലൂടെ പാസ് ചെയ്യും. അതേപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ഇങ്ങനെ ഒരു വെക്ടർ കൂടി വരയ്ക്കും. അപ്പോൾ ഈ രണ്ട് വെക്ടറും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി ആർ എന്ന് പറയുന്ന വെക്ടറാണ്. അത് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷനാണ്. ചെയ്യേണ്ട കാര്യം കറക്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു വെക്ടർ കിട്ടിയിട്ടുണ്ട്, ഒരു പാരലൽ വെക്ടർ വിച്ച് ഈസ് പാരലൽ ടു വെക്ടർ യു. യു എന്ന് പറയുന്ന വെക്ടറിന് പാരലലാണ്. സിമ്പിൾ കാര്യം, ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഇതേ പാരലൽ ആ ഒരു ടൂൾ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഇതിന് പാരലൽ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കണം. ആൻഡ് അത് പാസ് ചെയ്യുന്ന പോയിന്റ് സി കൂടി ആയിരിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിലേ കാര്യമുള്ളൂ. അപ്പം ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് പാരലൽ ആയിട്ട് വരയ്ക്കേണ്ടത് ഈ ലൈനിന് പാരലലാണ്. ഇതല്ലേ നമ്മുടെ വി എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ ഇവിടെയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നോക്ക്, പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്ടർ കിട്ടി. റെഡി? അപ്പോൾ ഇനി നാം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയുക? സിമ്പിളാണ് കാര്യം. ഈ സാധനമല്ലേ ഈ വെക്ടർ, ഇതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ആർ എന്ന് പറയുന്ന വെക്ടറാണ്. അതായത് യു എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളതാണ് ഈ വെക്ടർ, ഈ സെഗ്മെന്റ്. ഈ വി എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ളതാണ് ഈ ഒരു സെഗ്മെന്റ്. ഞാൻ ഇവിടെയാണ് കാണിച്ചത്, ഇവിടെ അതേ സാധനം കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ഈ വെക്ടർ പ്ലസ് ഈ വെക്ടറാണ് നിങ്ങൾക്ക് കിട്ടുക. റെഡി? പാരലൽ വെക്ടേഴ്സിന്റെ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പോയിന്റ് ഏതാണെന്ന് കിട്ടണം കേട്ടോ. ആ പോയിന്റ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പോയിന്റിൽ പോയിട്ട് ഇന്റർസെക്റ്റ് എടുത്തിട്ട് ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് എഴുതാം. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെക്ടർ പോയിന്റ് ഡി എന്ന് പറയുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ഡി കൊടുത്താൽ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ നിങ്ങൾക്ക് കിട്ടും. അതായത് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 4.25 ജെ ഐ പ്ലസ് 2.13 ജെ എന്ന് കിട്ടും. സെഡിനുള്ളതില്ല. ഇനി അടുത്തത് ഈ സി ഡി എന്ന് പറയുന്ന ഈ വെക്ടറും വേണം. കാരണം അത് രണ്ടും ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ഡി സി കേട്ടോ, ഡി നിന്ന് സിയിലേക്ക് പോകുന്നത്. കാരണം യു ഡി സിയും ചേർത്താൽ മാത്രമേ ഈ ആറ് കിട്ടും. ഇതിങ്ങോട്ടുള്ള ഡയറക്ഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കണം. അപ്പോൾ ഡി നിന്ന് സിയിലേക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ബൈ ലോ ഓഫ് ട്രയാങ്കുലാർ വെക്ടർ അഡീഷൻ ആർ ഈസ് ഈക്വൽ ടു ഈ വെക്ടർ ഡബ്ല്യു പ്ലസ് ഈ വെക്ടർ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡി സി എന്ന് പറയുന്ന വെക്ടർ കൂടിയും വേണ്ടേ? അപ്പോൾ ഞാനിവിടെ വെക്ടർ രണ്ട് പോയിന്റ്സ് വെച്ചിട്ടുള്ള വെക്ടർ ഉണ്ടല്ലോ, ആ പോയിന്റ് സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഉള്ളത് അതെങ്ങനെ? ഇതല്ല നമുക്ക് വേണ്ടത് കേട്ടോ. സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് എന്നുള്ള രണ്ടാമത്തത് ഇതെടുക്കാം. സ്റ്റാർട്ട് പോയിന്റ് നിങ്ങൾ ഡി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് അധികം വന്നല്ലോ.
വെക്റ്റർ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഉള്ള രണ്ടാമത്തത് സെലക്ട് ചെയ്തു. സ്റ്റാർട്ട് പോയിന്റ് നിങ്ങൾ ഡി തന്നെ കൊടുക്കണം കേട്ടോ, ഡി തന്നെ കൊടുക്കണേ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് ഞാൻ ക്യാപിറ്റൽ ഡി കൊടുത്തു. ആൻഡ് എൻഡ് പോയിന്റ് സി യു ആണ്. അപ്പോൾ എൻഡ് പോയിന്റ് നമ്മൾ സി യു ആയിട്ടും എടുത്തു. സെലക്ഷൻ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തം ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഇത് പോക്കണം എന്നുള്ളതാണ്. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടോ. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മൊത്തം പിന്നെ ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്യാപിറ്റൽ സി റെഡി. അപ്പോൾ അതും കിട്ടി. ഇപ്പോൾ ഇതെന്താ ഇവിടെ സംഭവം? ഇത് എ എന്ന് പറയുന്ന വെക്റ്റർ, ഈ ഡി സി എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി നിങ്ങളുടെ ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ, ഏത് ഒ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ലോ ഓഫ് ട്രയാങ്കുലാർ വെക്റ്റർ അഡീഷൻ ഒ ഡി പ്ലസ് ഡി സി ഈക്വൽ ടു ഒ സി. ഒ സി എന്ന് പറഞ്ഞാൽ എന്താ? ആറ്. ആർ എന്ന് പറയുന്ന വെക്റ്റർ എന്താ? 3i + 4j. അപ്പോൾ 3i + 4j എന്ന് പറയുന്ന വെക്റ്ററിനെ നിങ്ങൾ ഒ ഡിയുടെയും ഡി സിയുടെയും സമ്മായിട്ട് എഴുതി. ഒ ഡി എന്ന് പറഞ്ഞാൽ പാരലൽ ടു യു ആൻഡ് ഡി സി എന്ന് പറഞ്ഞാൽ പാരലൽ ടു വി. അപ്പോൾ യുനും വിക്കും പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സ്, അതിൻ്റെ സമ്മായിട്ട് നിങ്ങൾ ആരെ റെപ്രസെൻറ്റ് ചെയ്തു? ആറിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതണേ. ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് എ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു ആർ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു ഈ ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് വെക്റ്റർ എ. ആ വെക്റ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമ്പോണൻറ്റ് ഫോം നോക്കിയാൽ മനസ്സിലാവും. ഡബ്ല്യു 4.25i + 2.13j, മറ്റേതോ -1.25i + 1.88j. അങ്ങനെ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. റെഡി? സോ ദാറ്റ്സ് എനഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വെക്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.